വയനാടിനെ ചേർത്ത് നിർത്തുവാനായി 24-ന്റെ സംരംഭം 24 ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 24 കണക്റ്റുമായി സഹകരിച്ചുള്ള ഇപ്പോൾ എന്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടി ഇവിടെ തത്സമയം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ ചടങ്ങുകളാണ് നടക്കുന്നത്. അല്പസമയം മുൻപ് ഗോകുലം ഗോപാലൻ 24 ഫ്ലവേഴ്സിന്റെ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഇനിയിപ്പോൾ വേദിയിൽ നടക്കുന്നത് വിവിധ സേനാ അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് കാരണം എല്ലാ സേനകളെയും ഏകോപിപ്പിക്കൽ ഒരു ജില്ലാ ഭരണകൂടം മാത്രമല്ല ഒരു വനിതയാണ് അതിന്റെ നേതൃത്വം വഹിച്ചത്. ജില്ലാ കളക്ടർ മേഘശ്രീ ഇപ്പോൾ ഒരു യോഗത്തിലാണ്. പകരം ADM ദേവിക ആ ആദരം ഏറ്റുവാങ്ങുന്നു. ചെയർമാൻ ഗോകുലം ഗോപാലനും MD ശ്രീകണ്ഠൻ നായരും ആദരം നൽകുന്നതായിരിക്കും. ദേവിക പ്ലീസ്. ആദ്യം മേഡം ഒരു 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും അല്ലേ? എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏകദേശം അറിയാം 37 മുതൽ നമ്മളെല്ലാവർക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്നിരുന്നാലും നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാൻ പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ ജില്ലകളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും നമ്മളെ സഹായിക്കാൻ ധാരാളം ആളുകൾ നമ്മളെ സഹായിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് 24 ചാനൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും വയനാടൻ ജനതയെ നമ്മളോട് ചേർത്ത് പിടിച്ചതിന് നിങ്ങളോട് ഓരോരുത്തരോടും ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതിനുള്ള ആദരമാണ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കോ. വയനാട് ജില്ലാ ഭരണകൂടത്തെ നമുക്ക് മറക്കാനാകില്ല. താങ്ക് യു മാഡം. നെക്സ്റ്റ് വൺ. അടുത്തതായി നമുക്ക് ഫയർഫോഴ്സിനെ, അഗ്നിശമന സേന അക്ഷരാർത്ഥത്തിൽ അവിടെ മറ്റൊരു ദൗത്യമായിരുന്നു നിർവഹിച്ചത്. ഫയർഫോഴ്സ് ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് സർ. ഒന്ന് കൈയടിക്കൂ പ്ലീസ്. ബേലി പാലത്തിൽ ആദ്യത്തെ SOGയുടെ പാലം കെട്ടിയത് ഫയർഫോഴ്സിന്റെ കോണി വെച്ചായിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് മറക്കാതിരിക്കാം. ഫയർഫോഴ്സ് ടീം ഫയർഫോഴ്സിനുള്ള മൊമെന്റോ ഹാഷ്മി താജ് ഇബ്രാഹിം സമ്മാനിക്കുന്നു. ഹാഷ്മി പ്ലീസ്. ഫയർ ഓഫീസർ ബഷീറിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് ടീം അംഗങ്ങൾ മൊമെന്റോ നൽകുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം. ഒരു ക്ലാപ്പ് കൊടുക്കോ. താങ്ക് യു. യഥാർത്ഥത്തിൽ ഇവരെ ചെയ്ത രക്ഷാദൗത്യം കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. ആ രീതിയിലുള്ള ഒരു സമാന്തര വിജ്ഞാനവും നമുക്ക് ആ കാര്യത്തിലില്ല. സമാനതകളില്ലാത്ത രക്ഷാദൗത്യമാണ് ഈ ദുരന്ത മേഖലകളിൽ നടന്നത്. ഇനി വയനാടിന്റെ പ്രത്യേകത, വയനാടിൽ റവന്യൂ ഭൂമിയേക്കാൾ ഫോറസ്റ്റ് ഭൂമിയുള്ള ഒരു പ്രദേശമാണ്. ഈ ദുരന്തം നടന്നതും ഫോറസ്റ്റ് ഏരിയയിലാണ്. കേരള ഫോറസ്റ്റ് സർവീസിനെ പ്രത്യേകം ആദരിക്കേണ്ടതുണ്ട്. അജിത് രാമന്റെ നേതൃത്വമുള്ള ഫോറസ്റ്റ് ടീം അംഗങ്ങൾ എല്ലാവരും സ്റ്റേജിലേക്ക് വരാം. ഫോറസ്റ്റ് ടീം അംഗങ്ങൾ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പ്രദീപ്, ഒരുപക്ഷെ DFO അജിത് രാമനായിരുന്നു ഈ വയനാടിന്റെ കാടുകളിലെ ടെറൈനിലേക്ക് അയച്ചത് റെസ്ക്യൂ ഓപ്പറേഷൻ. PP ജെയിംസിനെ ഞാൻ ക്ഷണിക്കുന്നു ഈ മൊമെന്റ് നൽകാൻ. ജെയിംസ് സാർ പ്ലീസ്. നിങ്ങളൊന്ന് കൈയടിച്ചു കൊടുക്കുക. ഫോറസ്റ്റ് സർവീസ് വനം മന്ത്രി AK ശശീന്ദ്രൻ ഇവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു ആ സമയത്ത് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നു. വനം വകുപ്പിന് ബിഗ് സല്യൂട്ട്. ഇനി നമ്മൾ അടുത്തത് വിളിക്കേണ്ടത് കേരള പോലീസിനെയാണ്. ഒരുപക്ഷെ കേരള പോലീസിന്റെ SOG എന്ന ഒരു ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ട്. അത് മലമടക്കുകളിലെ തീവ്രവാദികളെ, മാവോയിസ്റ്റുകളെ നേരിടുന്ന ഒരു ഗ്രൂപ്പാണ്. ആ SOGയുടെ രക്ഷാപ്രവർത്തനത്തിന്റെ മികവാർന്ന കാഴ്ച ഒരുപക്ഷെ ഈ ബേലി പാലം നിർമ്മിക്കുന്നതിന് നേരെ ഒരു മങ്കി റോപ്പിട്ട് ആദ്യം തന്നെ കടന്നതിൽ SOG ആയിരുന്നു. SOGയുടെ അന്നത്തെ കമാൻഡന്റ് തബോഷ് ബസ്മിത്രയാണ്, IPS ആണ് ഇപ്പോഴത്തെ വയനാട് SP. കേരള പോലീസിന് വേണ്ടി ആദരം ഏറ്റുവാങ്ങാൻ തബോഷ് ബസ്മിത്ര IPS. നമ്മുടെ പ്രിയപ്പെട്ട അവതാരകൻ S വിജയകുമാർ മൊമെന്റോ സമ്മാനിക്കുന്നു. ഈ SP തബോഷ് ബസ്മിത്രയെ IG സേതുരാമൻ കൂടി ചേരുകയാണ്. കാരണം ഇവരായിരുന്നു ഈ സമയത്ത് നമ്മൾ ഒരു പേര് കൂടി ഓർക്കേണ്ടതുണ്ട്. ADGP MR അജിത് കുമാർ.
ഇവരായിരുന്നു, കേരള പോലീസ് ആയിരുന്നു ആദ്യം അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ എത്തിയത്. താങ്ക് യു സാർ. ബിഗ് സല്യൂട്ട് ടു കേരള പോലീസ്. ഇനി നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് നൽകേണ്ട ഇന്ത്യൻ ആർമി, ഇന്ത്യൻ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥ് ഇവിടെയുണ്ട്. ഇത് കൂടാതെ തന്നെ ഇന്ത്യൻ ആർമിയുടെ വലിയ സേനാ വിഭാഗം ഡൽഹിയിൽ നിന്നും അപ്രൂവൽ എടുത്തുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇവരെ എല്ലാം തന്നെ സ്റ്റേജിലേക്ക് പ്ലീസ് ഒരു ഗ്രേറ്റ് ക്ലാപ്പ് കൊടുക്കുക ഇന്ത്യൻ ആർമിക്ക്. സുബൈദാർ മേജർ വിജയകുമാർ, കേണൽ വിശ്വനാഥ്, ജയേഷ്, നവീൻ ഇവരായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ രക്ഷാദൗത്യത്തിന്റെ സൈനിക കരങ്ങൾ. സെൻട്രലിലേക്ക് നടക്കും. ഇന്ത്യൻ ആർമി ലഫ്റ്റനന്റ് കേണൽ ശിവദാസിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും ഗോകുലം ഗോപാലേട്ടൻ ട്രോഫി സമ്മാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ജനങ്ങളുടെ ആദരമാണിത്. ബിഗ് സല്യൂട്ട് ടു ഇന്ത്യൻ ആർമി. കേണൽ വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ആർമി സംഘം 24ന്റെ ഫ്ലവേഴ്സിന്റെ ആദരം ഏറ്റുവാങ്ങുകയാണ്. ഇത് കേരളത്തിന്റെ തന്നെ ആദരമാണ്. എല്ലാവരും ഒരു സല്യൂട്ട്, ഒരു സല്യൂട്ട് നൽകാം നമുക്ക് ഇവർക്കെല്ലാം, സ്റ്റേജിലുള്ളവരെല്ലാം ഒരു സല്യൂട്ട്. സല്യൂട്ട് വിജയകുമാർ, സല്യൂട്ട്. നിങ്ങൾക്കും അവരെ സല്യൂട്ട് ചെയ്യാം കേട്ടോ. ഇന്ത്യൻ ആർമി സംഘങ്ങൾ രണ്ടു വശത്തുകൂടെ അവർ ഇറങ്ങി. താങ്ക് യു. അപ്പുറത്തൂടെ നല്ലത്.